ഹായ് കൂട്ടുകാരെ, ഇന്ന് പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് സ്ക്രീൻ കാസ്റ്റ് ലൈവിനെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാനാണ് കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്താണ് സ്ക്രീൻ കാസ്റ്റ് ലൈവ് ഇടുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. സിമ്പിളാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. ആദ്യമായിട്ട് ഞാൻ ഒരു വെള്ള പേപ്പർ എടുക്കും. വെള്ള പേപ്പർ എടുത്തിട്ട് അതിന് നമ്മൾ ഏത് ഫോണിലാണോ ലൈവ് ഇടാനുള്ളത് ആ ഫോണിൽ ഗാലറിയിൽ ഞാൻ ഫോട്ടോ എടുക്കും. ഓക്കെ, ഞാൻ എടുക്കട്ടെ ഫോട്ടോ. ഞാൻ ഈ ഫോണിൽ ഈ വെള്ള പേപ്പർ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിപ്പം നമ്മൾ ഗാലറിയിൽ കിടപ്പുണ്ട് കേട്ടോ, ഗാലറിയിലുണ്ടേ. ഓക്കെ, അടുത്തത് നമ്മൾ ഈ ഗാലറിയിലെടുത്ത ഫോട്ടോ നമ്മൾ ഗാലറിയിൽ പോയി എടുത്തിട്ട് ഇവിടെ നമ്മൾ സെൻഡ് ഓപ്ഷൻ കിടക്കണുണ്ടോ, ഈ സെൻഡ് ഓപ്ഷൻ എടുക്കും. സെൻഡ് ഓപ്ഷൻ എടുത്തിട്ട് ഉണ്ടോ, വെയിറ്റ്, സെൻഡ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ വാട്സപ്പിൽ നമ്മളൊരു അക്കൗണ്ട് കാണുമല്ലോ, ആ അക്കൗണ്ടിലോട്ട് ഞാൻ സെൻഡ് ചെയ്യാൻ പോവുക. സെൻഡ് ചെയ്യൂല, സെൻഡ് ഓപ്ഷൻ കൊടുക്കും. വെയിറ്റ് എന്നില്ല, ഫോൺ നേരെ വെച്ചോട്ടെ. ഇതാ ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ സെൻഡ് ആക്കൂല. സെൻഡ് ആക്കണതിന് ഇതാണ്ട ഇങ്ങനെ വരൂലേ, ഞാൻ ആ സെൻഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പച്ച ആരോ ബട്ടൺ കൊടുക്കാതെ ഞാൻ ഈ ഫോട്ടോയിലാണ് തട്ടുന്നത് കേട്ടോ, പ്രസ് കൊടുക്കുന്നത്. കൊടുത്തു. ഇതാ നമുക്കിതാ ഇത്രയും ഓപ്ഷൻ വരും. നമുക്കിതാ ഇത്രയും ഓപ്ഷൻ വരും, കണ്ട. അപ്പം നമുക്ക് എന്താണോ എഴുതാനുള്ളത്, കുസൃതി ചോദ്യമാണോ അതേ നമുക്ക് മറ്റേ സിനിമാ പേരുകൾ കൂട്ടി യോജിപ്പിക്കാനോ വാക്കുകൾ കൂട്ടി യോജിപ്പിക്കാനോ എന്താണെങ്കിലും നമുക്കിവിടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യണം, ഈ വെള്ള പേപ്പറിന് നമുക്കൊരു കളർ കൊടുക്കാം. ഓക്കെ, വെള്ള പേപ്പറിന് ഒരു കളർ കൊടുക്കാൻ ഇവിടെ ഇത്രയും ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമ്മളിതാ ഈ ക്യാപിറ്റലായും സ്മോളായും കിടപ്പുണ്ട്, അതിലൊന്ന് തട്ട്. നമുക്കിതാ ഇത്രയും സംഭവങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ ഒന്ന് ഇമോജികൾ എടുക്കുക. ഇമോജി എടുത്തിട്ട് നമുക്ക് ഏത് കളറാണോ കൊടുക്കാനുള്ളത് ഞാൻ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഹാർട്ട് തന്നെ എടുക്കാം. റെഡ് ഹാർട്ട് എടുത്തിട്ടുണ്ട്. റെഡ് ഹാർട്ട് എടുത്തിട്ട് ബാക്ക് കൊടുത്തു. അപ്പോൾ ഈ ഹാർട്ട് ഇവിടെ നടുക്ക് ഇങ്ങനെ നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ വലുതാക്കി കൊടുക്കുക. അപ്പോൾ ഈ വെള്ള പേപ്പർ കണ്ടോ മൊത്തം റെഡായി. എന്നിട്ട് വീണ്ടും ഇതിൽ തന്നെ താക്കുകയാണ്. എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യും കുസൃതി ചോദ്യം. അപ്പോൾ ഇങ്ങനെയാണ് വന്നത്. ഇതിന് നമുക്കൊരു കളർ കൊടുക്കണം, കുസൃതി ചോദ്യം. പിന്നെ ഞാൻ ഒരു ഇമോജിയും കൂടെ ഇടും, കിടക്കട്ടെ. എന്നിട്ട് ഇനി നമുക്ക് ഇതിങ്ങനെ ഇടുമ്പോൾ ഒരു രസമില്ല. അപ്പോൾ നമുക്ക് അതിനൊരു കളർ അങ്ങ് കൊടുക്കാം. എന്ത് ചെയ്യും, അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന കളറുകളുണ്ടോ, ഇതിൽ ഞാൻ ഈ കളർ അങ്ങ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വന്നു, എഴുത്ത് മാത്രമേ കളർ വന്നുള്ളൂ. ആ വെള്ള പേപ്പറിൽ എഴുതിയിരിക്കുമ്പോൾ തോന്നും. അപ്പോൾ നമ്മളിത് എന്തിനാ ഈ മേളിൽ കിടക്കുന്ന കട്ടയിൽ താക്കും, കണ്ടോ. അപ്പോൾ മൊത്തത്തിൽ കളറായി. എന്നിട്ട് ബാക്ക് കൊടുത്തു. ഈ കുസൃതി ചോദ്യം നമുക്ക് നടുക്കല്ല വേണ്ടേ, നമുക്ക് ഏറ്റവും മേളിലാണ് വേണ്ട, കണ്ടോ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കുസൃതി ചോദ്യം എടുക്കാം. ഓക്കെ, വെയിറ്റേ. ഓക്കെ, അപ്പോൾ നമുക്ക് കുസൃതി ചോദ്യം എഴുതണം. ഓക്കെ, അപ്പോൾ ഞാൻ കുസൃതി ചോദ്യം ഇപ്പോൾ എഴുതുന്നില്ല. നമുക്ക് ഒരു സിമ്പിളായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. എന്തെന്ന് എഴുതും. അപ്പോൾ നമ്മളിതാ ഈ കീബോർഡിൽ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രേ വന്നോളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് താഴെ ഈ വരിയായിട്ട് എഴുതണം. നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ താക്കും, ഇവിടെ. അപ്പോൾ അതായത് താഴെ വരും. ഏറ്റവും കൂടുതൽ കഥകൾ പറയുന്ന സ്ഥലം, കെട്ടണമെന്നാണ് പക്ഷെ നമുക്ക് ഇത് സ്ഥലം എഴുതി.
എന്നിട്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ ഒരു ഇമോജി എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ തലകറങ്ങണ ഇമോജി ഇട്ടു. അപ്പോൾ നമുക്ക് ബ്ലാക്കിൽ വെള്ള ലെറ്ററാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇത് വേണമെങ്കിലും മാറ്റാൻ പറ്റും. ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഈ കളർ ഓപ്ഷനിൽ നമുക്ക് ഏത് ഓപ്ഷൻ വേണം? ബ്ലൂ വേണോ, റെഡ് വേണോ, പച്ച വേണോ, മഞ്ഞ വേണോ? അപ്പം ഞാൻ എന്തായാലും ബ്ലൂ തന്നെ എടുത്തു. ഓക്കെ, ആ സംഭവം കഴിഞ്ഞു. കണ്ടാ? എന്നിട്ട് ഇത് ബാക്ക് അടിച്ച് നമ്മളിതാ ഫ്രീ ആക്കി അവിടെ. എന്നിട്ട് വീണ്ടും നമ്മളിതാ ഈ ബട്ടൺ എടുത്തു. നമുക്കിവിടെ സബ്സ്ക്രൈബ് എഴുതാം. സബ്സ്ക്രൈബ് എഴുതി ബെൽ ബട്ടൺ കൊടുത്തു. എവിടെ ബെൽ ബട്ടനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, ഓപ്ഷനിലും ഉണ്ട് ബെൽ ബട്ടൺ. അത് ഞാൻ എടുക്കാം, പിന്നെ എടുക്കാം. സബ്സ്ക്രൈബ് എഴുതി ബെൽ ബട്ടൺ കൊടുത്തു. അപ്പോൾ അത് വീണ്ടും ഇതിൻ്റെ മണ്ടയിലാണ് വരുന്നത്. നമ്മൾ അതിനെടുത്ത് താഴെ വെച്ചു. ഇതിനെ നമുക്ക് വേണമെങ്കിൽ വലുതാക്കാം. വേണ്ട, നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും വയ്ക്കാൻ പറ്റും. ഞാൻ അതിങ്ങനെ വീണ്ടും കൊണ്ടുവച്ചു. സബ്സ്ക്രൈബ് എഴുതി. അടുത്തത് നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് എഴുതാം. സബ്സ്ക്രൈബ്, ലൈക്ക്, സപ്പോർട്ട്, ഇമോജികൾ വേണമെങ്കിൽ ഇടാം. ഇതാ ഇമോജി ഇട്ട. പിന്നെ ഈ ബ്ലാക്കിനകത്ത് റെഡ് വേണം. പക്ഷേ ഈ ബ്ലാക്ക് വേണ്ട, ഫ്രീ ആയിട്ടുള്ള ഹാർട്ട് വേണമെങ്കിൽ ഇതാ ഇവിടെ ഈ ഇതിൽ തട്ടിയിട്ട് കണ്ട നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. എവിടെ ഹാർട്ട് ഇതാ കിടക്കണം. അപ്പോൾ ഈ റെഡിൻ്റെ ഈ ഹാർട്ട് വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് വേണ്ട, അതവിടെ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ വേറെ കളർ എടുത്ത് തരാം കേട്ടോ. സിമ്പിളാട്ടാ. കൈ അഴിക്കുന്ന ദൈവമേ, സ്റ്റാൻഡില്ലടേ. ഇതാ മഞ്ഞ എടുത്തു. ഇതിന് നമുക്കിതിനെ വലുതാനൊക്കെ പറ്റും കേട്ടോ. വലുതാക്കാനും വേണ്ട, ഇങ്ങനെ ഇമോജികളൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മളെ രീതിയിൽ എഡിറ്റ് ചെയ്തു. ഇത് നമുക്ക് സ്ക്രീൻ കാസ്റ്റിന് വേണ്ടിയുള്ള എഡിറ്റ് ചെയ്തിട്ട് നമ്മളിത് സെൻഡ് കൊടുക്കുന്നില്ല, നമ്മളിവിടെ സേവിങ് ആണ് കൊടുക്കുന്നത്. ഇതാണ്ട് ഈ ബട്ടൺ, ഈ ഓപ്ഷനിലാണ് ആക്കുന്നത്. അപ്പോൾ നമുക്കിത് സേവ് ആവും. ഓക്കെ, ഇതാ സേവ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഗാലറി കിടക്കും. അപ്പോൾ നമുക്കിത് സെൻഡായി നമ്മളെ വാട്സപ്പിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതാണ് ഞാൻ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ എഡിറ്റ് ചെയ്താണ് ഞാൻ സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്യുന്നത്. എന്നിട്ട് സ്ക്രീൻ കാസ്റ്റ് ലൈവിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ സ്ക്രീൻ കാസ്റ്റിന് എങ്ങനെയാണ് ഞാൻ ഇടുന്നതെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ ഒന്നും കൂടി കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ബൈ.